നമസ്കാരം. പ്രധാന വാർത്തകൾ. വീട്ടിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ പീഡിപ്പിക്കാനും കൊലപ്പെടുത്താനും ശ്രമിച്ച കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി. മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് സ്വദേശി ജംഷീറിനാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചത്. മണ്ണാർക്കാട് മുണ്ടേക്കരാട് പൂക്കുത്ത് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് തർക്കം. റോഡിൽ അനുമതി നൽകിയതിനപ്പുറം വിരിച്ച കട്ടകൾ പൊളിച്ചു മാറ്റുമെന്ന് നഗരസഭ. ഇത് അനുവദിക്കില്ലെന്നും നഗരസഭാ ചെയർമാൻ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്നും നാട്ടുകാർ. തർക്കം പരിഹരിക്കും വരെ നിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവിട്ട് ഹൈക്കോടതി. മാലിന്യമുക്ത നവകേരളം പദ്ധതി സംസ്ഥാനത്തെ മികച്ച 3ാമത്തെ നഗരസഭയായി പെരിന്തൽമണ്ണ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഗവർണറിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. ഒറ്റപ്പാലം നഗരസഭയിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ ആധുനികവൽക്കരണം പൂർത്തിയായി. 18-ന് മന്ത്രി എം പി രാജേഷ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ അധികൃതർ. പ്ലാന്റിലെ മാലിന്യങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതം. പട്ടാമ്പി മരുതൂരിൽ വൈദ്യുതി പോസ്റ്റ് പൊട്ടി വീണ KCB കരാർ തൊഴിലാളിക്ക് പരിക്ക്. കൊപ്പം സ്വദേശി നവനീതിനാണ് പരിക്കേറ്റത്. വിശദമായ വാർത്തകൾ നോക്കാം. വീട്ടിൽ അതിക്രമിച്ച് കയറി പെൺകുട്ടിയെ പീഡിപ്പിക്കാനും കൊലപ്പെടുത്താനും ശ്രമിച്ച കേസിൽ 23-കാരന് 10 വർഷം കഠിന തടവും 1,25,000 രൂപ പിഴയും ശിക്ഷ. പട്ടാമ്പി പോക്സോ അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2022-ലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. മണ്ണാർക്കാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പെൺകുട്ടിയോട് പ്രണയം നടിക്കുകയും ലൈംഗിക ഉദ്ദേശത്തോടെ പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ച് കയറി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും തുടർന്ന് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. കേസിലെ പ്രതി തിരുവിഴാംകുന്ന് മലേരിയം പടിഞ്ഞാറൻ വീട്ടിൽ 23-കാരനായ മുഹമ്മദ് ജംഷീറിനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി ശിക്ഷ വിധിച്ചത്. 10 വർഷം കഠിന തടവും 1,25,000 രൂപ പിഴയുമാണ് ശിക്ഷ. പട്ടാമ്പി പോക്സോ കോടതിയുടെ ചാർജുള്ള പാലക്കാട് FTSC ജഡ്ജ് സഞ്ജുവാണ് ശിക്ഷ വിധിച്ചത്. പിഴ സംഖ്യ ഇരക്കി നൽകാനും വിധിയായി. 26 സാക്ഷികളെ വിസ്തരിച്ച് രേഖകൾ ഹാജരാക്കിയ കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാറാണ് ഹാജരായത്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ KR, ഇൻസ്പെക്ടർ P അജിത് കുമാർ എന്നിവരാണ്. മണ്ണാർക്കാട് നഗരസഭയിൽ മുണ്ടേക്കരാട് പൂക്കുത്ത് റോഡിൽ അനുമതി നൽകിയതിനപ്പുറം വിരിച്ച കട്ടകൾ പൊളിച്ചു മാറ്റുമെന്ന് നഗരസഭ. അത് അനുവദിക്കില്ലെന്നും നഗരസഭാ അധ്യക്ഷൻ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്നും നാട്ടുകാർ. തർക്കം പരിഹരിക്കും വരെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി. മുണ്ടേക്കരാട് പള്ളി റോഡിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള പൂക്കുത്ത് റോഡിന്റെ ആകെ നീളം 59 മീറ്ററാണ്. 4 ലക്ഷം രൂപ ചെലവിൽ റോഡിൽ കട്ട പതിക്കുന്ന പ്രവൃത്തി തുടങ്ങിയതോടെയാണ് തർക്കം ഉടലെടുത്തത്. 59 മീറ്ററിൽ 46 മീറ്റർ വരെ കട്ട പതിക്കാനാണ് തുക അനുവദിച്ചതെന്നും നഗരസഭാ അധികൃതരും കരാറുകാരനും അറിയിച്ചതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് എത്തുകയായിരുന്നു. നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി 59 മീറ്ററും കട്ട വിരിച്ചു. അത്രയും ഭാഗം കട്ട വിരിക്കാൻ അനുമതിയില്ലെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് റോഡിന്റെ അവസാന ഭാഗത്ത് വിരിച്ച കട്ടകൾ കരാറുകാരൻ പൊളിച്ചു തുടങ്ങിയത് നാട്ടുകാർ തടഞ്ഞു. 13 മീറ്റർ ഒഴിവാക്കിയത് രാഷ്ട്രീയ വിരോധം തീർക്കാനാണെന്നും നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് രാഷ്ട്രീയ വിരോധം തീർക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. 13 മീറ്റർ മാത്രം കട്ട വിരിക്കുന്നത് ഒഴിവാക്കിയാൽ മഴക്കാലത്ത് വീടിന് മുൻപിൽ വെള്ളക്കെട്ടാവുമെന്നും യാത്ര അസാധ്യമാകുമെന്നും റോഡിലെ കട്ടകൾ പൊളിച്ച ഭാഗത്ത് താമസിക്കുന്ന ചീരത്തടയൻ അബ്ദുൽ നൌഫൽ പറഞ്ഞു. ഇതിൽ ഞങ്ങൾ 4 വീട്ടുകാരാണ് ഇവിടെ. അപ്പോൾ ഇവിടെ റോഡ് 59 മീറ്ററാണ് ആകുള്ളത്. അതിൽ അവർ 40 മീറ്ററോളാണ് അവർ എടുത്തിട്ടുള്ളത്. അവർ ഫുള്ള് ഇട്ടു. 59 മീറ്റർ ആദ്യം അവരിട്ടതാണ്. അതിൻ്റെ ശേഷം ഇട്ടിൻ്റെ ശേഷം പിറ്റേ ദിവസം അവർ വന്നിട്ട് ഇത് ഫുള്ള് ഇല്ല എന്ന് പറഞ്ഞ് അവർ കട്ട പൊളിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ വീട്ടുകാർ, എൻ്റെ ഭാര്യ, എൻ്റെ വീട്ടുകാർ, ഉമ്മ, അയൽവാസികളൊക്കെ വന്ന് വീട് തടുത്താണ്. അങ്ങനെ കോൺട്രാക്ടർ ആ കട്ടയും വെച്ച് എടുത്ത് വണ്ടിയിൽ പോയി. പിന്നെ അവർ 2ാം പ്രാവശ്യം 2 ദിവസം കഴിഞ്ഞിട്ട് അവരിത് കോൺക്രീറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, തടഞ്ഞു. ഫുള്ള് ഇല്ലാന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു. അങ്ങനെ അവർ പോയി. പിന്നെ കുറച്ച് ദിവസം ഇപ്പോൾ അവൾ 2ാം പേര് പറയുന്നത് അത് ഫുള്ള് പറിക്കും, അത്ര ഓർഡർ ഇല്ല, അത്ര ഇടാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് പറിക്കാൻ കാരണം, ഇട്ട റോഡ് പറിക്കണം എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകണില്ല. അപ്പോൾ അതെന്താണ്, എനിക്ക് നീതിപരമായിട്ട് ഞാനിവിടെ നീതി കിട്ടണ മനസ്സിലാണല്ലോ. ഞാൻ ജീവിക്കണ ആളാണ്. അപ്പോൾ ഞാൻ ജനിച്ച വളർന്ന നാടുമാണിത്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് റോഡ് തരുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ മുന്നിൽ ഇടുന്നില്ല എന്നുള്ളതിന് എനിക്കൊരു മറുപടി ഇവർ തരണം.
അത്രേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ന്യായമായ രീതിയിൽ ഞാൻ എനിക്ക് ആവശ്യപ്പെടുന്നു. ഞാൻ അല്ലാത്തവരോട് ഒന്നും വേറെ സംസാരിക്കാൻ പോയിട്ടില്ല. ഹൈക്കോടതി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ 2 പ്രാവശ്യം കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം എന്തുകൊണ്ട് ഇടുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ്, അതിന് അന്വേഷണം വന്നിട്ടില്ല. 2ാം പ്രാവശ്യം കട്ട പൊളിച്ച് ഞാൻ വീഡിയോ അടക്കം എൻ്റെ അടുത്തുണ്ട്. ഞാൻ അവർക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് ഇവർ അന്വേഷണം വന്നിട്ടില്ല. എന്നോട് ഇതിനെപ്പറ്റി മുണ്ടിയിട്ടില്ല. പിന്നെ റോഡിൻ്റെ കാര്യത്തിൽ എൻ്റെ അടുത്ത് ഒരു കൗൺസിലർ, നമ്മളെ ഇവിടുത്തെ കൗൺസിലർ വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കൗൺസിലർക്ക് ഫോൺ ചെയ്തു. അപ്പോൾ അവർ ഫോൺ എടുത്തിട്ടില്ല. ഇന്ന് ഈ സമയം വരെ ഇങ്ങോട്ട് ഇവർ വന്നിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരം ഉണ്ടാവാത്തതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് തർക്കം പരിഹരിക്കും വരെ ഈ റോഡിലെ നിർമ്മാണം നിർത്തിവെക്കാൻ ഹൈക്കോടതി താൽക്കാലിക ഉത്തരവ് നൽകിയത്. 46 മീറ്റർ വരെ കട്ട വിരിക്കാനാണ് അനുമതി നൽകിയതെന്നും ബാക്കി സ്ഥലത്ത് കട്ട വിരിച്ച സാഹചര്യത്തിൽ അത് പൊളിക്കേണ്ടതില്ലെന്നും അതുകൂടി നഗരസഭയുടെ ആസ്തിയിലേക്ക് ചേർക്കാവുന്നതാണെന്നും നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ പറഞ്ഞു. രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അറിയിച്ചു. ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡുകൾ നവീകരിക്കുന്നതെന്നും അടുത്ത ഘട്ടത്തിൽ തുക വകയിരുത്തി സമയബന്ധിതമായി റോഡ് പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്തെ മികച്ച 3ാമത്തെ നഗരസഭയായി പെരിന്തൽമണ്ണ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിൽ നിന്ന് നഗരസഭാധികൃതർ പുരസ്കാരം ഏറ്റുവാങ്ങി. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കൊപ്പം മാലിന്യ സംസ്കരണ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങളുമാണ് പെരിന്തൽമണ്ണ നഗരസഭയെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. ഗുരുവായൂർ നഗരസഭയ്ക്കാണ് 1ാം സ്ഥാനം. ആന്തൂർ നഗരസഭ 2ാം സ്ഥാനം നേടി. 3ാം സ്ഥാനം കരസ്ഥമാക്കിയ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് തിരുവനന്തപുരത്ത് നടന്ന വൃത്തി 2025 കോൺക്ലേവിൽ സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ പുരസ്കാരം സമ്മാനിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ഉണ്ണികൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി മിത്രൻ ജി, ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. മാലിന്യ സംസ്കരണത്തിലും ശേഖരണത്തിലുമുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളാണ് പെരിന്തൽമണ്ണ നഗരസഭയെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. ഹരിതകർമ്മസേന മുഖേന വാതിൽപ്പടി സേവനത്തിലൂടെ മാലിന്യം കൃത്യമായി ശേഖരിക്കുന്നുണ്ട്. ഇവ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് കൈമാറി വരുന്നു. കിടപ്പിലായ രോഗികളുടെ ഡയപ്പർ, സാനിറ്ററി നാപ്കിൻ തുടങ്ങിയ ബയോമാലിന്യ ശേഖരണത്തിനും പെരിന്തൽമണ്ണ നഗരസഭയിൽ സംവിധാനമുണ്ട്. പരമ്പരാഗത മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട ഒറ്റപ്പാലം ഖരമാലിന്യ സംസ്കരണശാല ആധുനികവൽക്കരിച്ചു. പദ്ധതികൾ 18 വൈകിട്ട് 4 മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. പനമണ്ണയിൽ 2.42 ഏക്കർ ഭൂമിയിൽ 1990-ൽ തുറന്ന പ്ലാന്റിൽ 50,000 ക്യൂബിക് മീറ്റർ മാലിന്യമാണ് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ 9,000 ക്യൂബിക് മീറ്ററും 2ാം ഘട്ടത്തിൽ 20,100 ക്യൂബിക് മീറ്റർ മാലിന്യവും ബയോമൈനിംഗ് നടത്തി തരംതിരിച്ച് നീക്കിയതായി ചെയർപേഴ്സൺ ജാനകി ദേവിയും വൈസ് ചെയർമാൻ കെ രാജേഷും സെക്രട്ടറി AS പ്രദീപും അറിയിച്ചു. ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ, സാനിറ്ററി നാപ്കിൻ ഇൻസിനേറ്റർ, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, ചുറ്റുമതിൽ, ഗേറ്റ് എന്നീ പദ്ധതികളാണ് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി നടപ്പാക്കിയത്. പ്ലാന്റിനുള്ളിൽ വിഭാവനം ചെയ്യുന്ന ബയോ പാർക്കിന്റെ പ്രഖ്യാപനവും നടത്തും. മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയുടെ ഭാഗമായി നഗരസഭയ്ക്ക് സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ പ്രേമവത്സലയെയും മുഹമ്മദ് ഷംസുദ്ദീനെയും ആദരിക്കും. അതേസമയം പ്ലാന്റിലെ പരമ്പരാഗത മാലിന്യങ്ങൾ നീക്കുന്നതിനെ ചൊല്ലി ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും കൗൺസിൽ അംഗങ്ങൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനങ്ങളാണ് നടപ്പാക്കിയതെന്നും ചെയർപേഴ്സണും വൈസ് ചെയർമാനും അറിയിച്ചു. ഒറ്റപ്പാലം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ സ്ഥലമുള്ളൊരു നഗരസഭയാണ്. 30 വർഷമായി എടുത്തിരുന്ന മാലിന്യങ്ങൾ ഇവിടെ സംസ്കരിക്കുകയും അത് മല പോലെ കൂടിക്കിടക്കുകയും ചെയ്തിരുന്നു. 1ാം ഘട്ടം ആദ്യം മാലിന്യ സംസ്കരണം നടത്തി ബയോമൈനിങ് ചെയ്ത് പ്ലാസ്റ്റിക് വേർതിരിച്ച് പ്ലാസ്റ്റിക് കയറ്റിപ്പോയി. 2ാം ഘട്ടവും നമ്മളിപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 3ാം ഘട്ടം പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഓങ്ങല്ലൂർ മരുതൂരിൽ വൈദ്യുതി പോസ്റ്റ് പൊട്ടിവീണ KSEB കരാർ തൊഴിലാളിക്ക് പരിക്ക്. കൊപ്പം സ്വദേശി നവനീതിനാണ് പരിക്കേറ്റത്. മരുതൂർ കള്ളാടിപ്പറ്റയിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. KSEB ഓങ്ങല്ലൂർ സെക്ഷന്റെ കീഴിലെ കരാർ തൊഴിലാളിയായ കൊപ്പം സ്വദേശി 22-കാരൻ നവനീതിനാണ് പരിക്കേറ്റത്. പ്രദേശത്തെ മരം മുറിക്കലിന്റെ ഭാഗമായി പോസ്റ്റിലെ കമ്പികൾ നീക്കുകയും പിന്നീട് മരം മുറി കഴിഞ്ഞ ശേഷം വൈദ്യുതി കമ്പികൾ വലിച്ചു കെട്ടുമ്പോഴായിരുന്നു അപകടം. കോൺക്രീറ്റ് പോസ്റ്റിന്റെ മണ്ണിനടിയിലുള്ള ഭാഗം നേരത്തെ പൊട്ടിയിരുന്നു. നവനീത് പോസ്റ്റിന് മുകളിൽ ഇരുന്ന് കമ്പി വലിക്കുമ്പോൾ പോസ്റ്റ് മറിഞ്ഞു വീഴുകയായിരുന്നു. പരിക്കേറ്റ നവനീതിനെ ഉടൻ തന്നെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. ഇടവേള.
വാർത്തകൾ തുടരുന്നു. നിർമ്മാണം പൂർത്തിയായ കുമരമ്പത്തൂർ അക്കിപ്പാടം പള്ളിക്കുന്ന് KP മൊയ്തീൻകുട്ടി സ്മാരക ബൈപ്പാസ് റോഡ് കോൺക്രീറ്റ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തകരാറിലാക്കി സാമൂഹ്യ വിരുദ്ധർ. കോൺക്രീറ്റ് ചെയ്തതിൽ ബൈക്ക് ഓടിച്ചാണ് റോഡ് നശിപ്പിച്ചത്. കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി റോഡിന്റെ ഇരുവശവും കയറുപയോഗിച്ച് കെട്ടിയടച്ചാണ് തൊഴിലാളികൾ മടങ്ങിയത്. കോൺക്രീറ്റ് ഉറയ്ക്കും മുമ്പ് ബൈക്ക് ഓടിച്ചതിനാൽ കോൺക്രീറ്റിൽ കുഴി വീണു. വീണ്ടും പൊളിച്ചു നന്നാക്കേണ്ട സ്ഥിതിയിലാണ് റോഡ്. ബോധപൂർവം സാമൂഹ്യ വിരുദ്ധർ ചെയ്തതെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ബ്ലോക്ക് പഞ്ചായത്ത്, കുമരമ്പത്തൂർ പഞ്ചായത്ത്, MLA ഫണ്ടുകൾ ഉൾപ്പെടെ 74 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. ഒറ്റപ്പാലം CMN ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന ആദ്യഘട്ട വീടുകളിൽ ബാക്കി 2 വീടുകളുടെ താക്കോൽദാനവും രണ്ടാം ഘട്ടത്തിലെ 6 ഗുണഭോക്താക്കൾക്കുള്ള സമ്മതപത്ര വിതരണവും ഏപ്രിൽ 17 നടക്കും. VK ശ്രീകണ്ഠൻ MP താക്കോൽദാനം നിർവഹിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2014 രൂപീകരിച്ച് ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റ് നിർധനരായ തിരഞ്ഞെടുക്കപ്പെട്ട 50 കുടുംബങ്ങൾക്കാണ് എ ഹോം ഓഫ് യുവർ ഓൺ എന്ന പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 10 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ഇതിൽ 8 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറിയിരുന്നു. ബാക്കിയുള്ള 2 വീടുകളുടെ താക്കോൽദാനവും രണ്ടാം ഘട്ടത്തിലെ 6 ഗുണഭോക്താക്കൾക്കുള്ള സമ്മതപത്ര വിതരണവുമാണ് ഏപ്രിൽ 17 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് കൈലാസം ക്ലബ്ബ് ഹൗസിൽ വെച്ച് നടക്കുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 13 നടന്ന സ്വർഗീയ KR നാരായണൻ സെന്റിനറി മെമ്മോറിയൽ അവാർഡ് CMN ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായർ സ്വീകരിക്കുന്ന വേളയിൽ അതേ വേദിയിൽ വെച്ച് തന്നെ മറ്റ് 4 ഗുണഭോക്താക്കൾക്കുള്ള സമ്മതപത്രങ്ങൾ വിതരണം ചെയ്തിരുന്നു. പാടൂർ നടക്കാവ് സ്വദേശിനി M സിന്ധുവിനും മായന്നൂർ സ്വദേശിനി M ഉഷാദേവിക്കുമുള്ള വീടുകളുടെ താക്കോലുകളാണ് കൈമാറുന്നത്. 500 സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. VK ശ്രീകണ്ഠൻ MP 2 വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കും. ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ്, ഷൊർണൂർ DYSP മനോജ് കുമാർ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളാവുമെന്ന് മാനേജിംഗ് ട്രസ്റ്റി പമ്പാവാസൻ നായർ പറഞ്ഞു. 10 വീടുകളിൽ 8 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് നടന്നു കഴിഞ്ഞുവെന്ന്. ബാക്കി 2 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് 17-ാം തീയതി വൈകുന്നേരം ബഹുമാനനായ MP ശ്രീ ശ്രീകണ്ഠൻ നിർവഹിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ രണ്ടാം ഘട്ടത്തിൽ 10 വീടുകളുണ്ട്. ആ 10 വീടുകളിലെ ആദ്യത്തെ 4 വീടുകളുടെ MOU അതിനെ പറ്റിയിട്ടാണ് ബാബുവേട്ടൻ പറഞ്ഞത്. കഴിഞ്ഞ തവണ കരുണ ഒറ്റപ്പാലത്തിൻ്റെ KR നാരായണൻ സെന്റിനറി അവാർഡ്, ലേറ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ സ്മരണാർത്ഥം കരുണ ഏർപ്പെടുത്തിയ KR നാരായണൻ സെന്റിനറി അവാർഡ് എനിക്കാണ് ലഭിച്ചത്. അത് നൽകുന്ന വേളയിൽ അവിടെ 4 കുടുംബാംഗങ്ങൾക്കുള്ള MOU പ്രകാശനം മിസ്സിസ് ലക്ഷ്മി മേനോൻ, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ CEO, അവർ അവിടെ പ്രകാശനം ചെയ്തു. അപ്പോൾ ബാക്കി 6 വീടുകളുടെ MOU കൊടുക്കാനുണ്ട്. ഈ 6 വീടുകളുടെ MOU ഈ വരുന്ന നാളെ വരുന്ന പ്രോഗ്രാമിൽ സബ് കളക്ടർ ശ്രീ മിഥുൻ പ്രേംരാജും ഷൊർണൂർ DYSP ശ്രീ മനോജ് കുമാറും നിർവഹിക്കുന്നതായിരിക്കും. 50 പേരോളമാണ് നമ്മൾ പെൻഷനൊക്കെ കൊടുത്തിരുന്നത്. ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ തവണ വീട് കൊടുത്ത പല ബെനിഫിഷ്യറീസിനെയും നമ്മൾ പെൻഷൻ്റെ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 100-ൽ പരം ആളുകൾക്ക് നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് ആളുകൾക്ക് സഹായ സഹകരണങ്ങൾ ഇപ്പോൾ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കാലത്ത് ഇപ്പോൾ കുറേ കാലങ്ങളായുള്ള പ്രവർത്തനം കൊണ്ട് കുറച്ചുകൂടി ട്രസ്റ്റിൻ്റെ റീച്ച് വളരെ നന്നായി കൂടിയിട്ടുണ്ട്. അപ്പോൾ ട്രസ്റ്റിൻ്റെ റീച്ച് കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ട്രസ്റ്റ് തന്നെ ഇപ്പോൾ ആദ്യം ട്രസ്റ്റിൽ കാര്യങ്ങൾ നോക്കിയിരുന്ന് അനീഷ് എന്ന് പറയുന്ന ആൾ മാത്രമായിരുന്നു ആദ്യം ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ. പൂർത്തിയായ വീടുകൾക്ക് പുറമെ അതിലേക്ക് ആവശ്യമായ ലൈറ്റ്, ഫാൻ, ഗ്യാസ് അടുപ്പ് മുതലായവയും കുടുംബനാഥയ്ക്ക് ട്രസ്റ്റ് ചെയർമാന്റെ വക സ്നേഹ സമ്മാനമായി നൽകും. PT നരേന്ദ്രമേനോൻ, സന്തോഷ് കയറാട്ട്, ഇസഹാക്ക് ചേക്കു തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് നഗരസഭ സ്ത്രീകളുടെ സ്വയം തൊഴിൽ ശാക്തീകരിക്കുന്നതിന് കാഞ്ഞിരംപാടത്ത് പണി പൂർത്തീകരിച്ച കുടുംബശ്രീ വ്യവസായ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. പാലക്കാട് ജില്ലാ കലക്ടർ G പ്രിയങ്ക ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞിരംപാടത്ത് ചാമുണ്ണി രാധാമണി ദമ്പതികൾ സൗജന്യമായി നഗരസഭയ്ക്ക് വിട്ടു നൽകിയ 7 സെന്റ് സ്ഥലത്താണ് കുടുംബശ്രീ വ്യവസായ കേന്ദ്രം നിർമ്മിച്ചത്. നഗരസഭയിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വിവിധ തരം ഉൽപ്പന്നങ്ങൾ വ്യവസായ കേന്ദ്രത്തിലൂടെ വിറ്റഴിക്കാനാകും. ടൈലറിംഗ് യൂണിറ്റ്, തുണിക്കച്ചവടം, റവ, സേമിയ, പായസം മിക്സ്, അവൽ മിൽക്ക് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മാണം ആരംഭിച്ചു.
തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഒരു പരിധിവരെ ഇത്തരം കുടുംബശ്രീ വ്യവസായ യൂണിറ്റുകളിലൂടെ സാധ്യമാവുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു. സോ ഒരു ടീച്ചിങ്ങിനെ വെട്ടിയിട്ടും പല സംരംഭങ്ങളും കുടുംബശ്രീ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഈവൻ ഒരു എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ് കൂടെ ചെയ്യുന്ന ഒരു അത്യാധുനികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് കൂടെ ഉണ്ട്. ഈവൻ ഡ്രോൺസ് കൂടെ എത്രയോ കുടുംബശ്രീ യൂണിറ്റ്സ് മാനുഫാക്ചറിങ് അല്ലാതെ ഈവൻ അഗ്രികൾച്ചർ വേണ്ടി കൃഷി വേണ്ടി ഡ്രോൺസ് ഉണ്ടാക്കി അത് കൂടെ അവർ നിർവഹിക്കുന്നുണ്ട്, ചാലു ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു പല ഇന്നോവേഷൻസാണ് ഈ കുടുംബശ്രീ ചെയ്യുന്നത്. സോ പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊഴിലുടെ അഭാവവും പിന്നെ സ്വയം തൊഴിലുടെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ വലുതാണ്. ഇങ്ങനെയുള്ള സമയത്തിൽ ബിക്കോസ് ഇവിടെ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. നമുക്ക് ലിറ്ററസി റേറ്റ് കൂടുതലാണ്. അങ്ങനെ ലിറ്ററസി റേറ്റ് കൂടുതൽ ഉണ്ടായുമ്പോൾ തീർച്ചയായിട്ടും ഒരു അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് അത് കൂടെ വരുന്ന ഒരു പ്രശ്നമാണ്. എംപ്ലോയ്മെൻറ്റ് കൂടുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കൂടെ കൂടും. സോ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഈ കുടുംബശ്രീ വ്യവസായ കെട്ടിടത്തിനെ കാണുന്നത്. നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഇങ്ങനെ ഒരു ആശയം വരികയും പ്രിയപ്പെട്ട ചാമുണ്ണിയേട്ടനോട് കുറച്ച് സ്ഥലം നഗരസഭയ്ക്ക് തരാൻ പറയുകയും അദ്ദേഹം അത് വളരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും 7 സെൻറ്റ് സ്ഥലം ഇവിടെ അനുവദിച്ചു. ആ സ്ഥലത്താണ് 54 ലക്ഷം രൂപ ചെലവിൽ ഇതുപോലുള്ള ഒരു കെട്ടിടം കുടുംബശ്രീക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. കുടുംബശ്രീയുടെ ആളുകൾക്ക് സ്വതന്ത്രമായി അവരുടെ ചെറിയ പ്രൊജക്റ്റുകൾ നടപ്പാക്കാനും അത് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അവരുടെ ഒരു വ്യവസായ കേന്ദ്രമായിക്കൊണ്ടാണ് നഗരസഭ കുടുംബശ്രീക്ക് ഒരു ആസ്ഥാന മന്ദിരം എന്നുള്ള രൂപത്തിലാണ് ഇവിടെ ഈ കെട്ടിടം ഇന്ന് ബഹുമാനപ്പെട്ട കളക്ടർ നമുക്ക് തുറന്നു തന്നത്. ചടങ്ങിൽ സ്ഥലം സൗജന്യമായി നൽകിയ ചാമുണ്ണി രാധാമണി ദമ്പതികളെ ജില്ലാ കളക്ടർ ആദരിച്ചു. വൈസ് ചെയർപേഴ്സൺ പ്രസീത, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ബാലകൃഷ്ണൻ, ഹംസ കുറുവണ്ണ, മാസിദ സത്താർ, നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ, കൗൺസിലർമാരായ യൂസഫ് ഹാജി, അരുൺകുമാർ, മുജീബ് ചോലോത്ത്, ഷറഫുനിസ, ഉഷ, ഹസീന, ലക്ഷ്മി, സിന്ധു, റജീന, കമലാക്ഷി, സുഹറ, രാധാകൃഷ്ണൻ, കയറുനിസ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ റജീന ഊർമിള തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന വനിതകളുടെ കുട്ടികളെ പരിപാലിക്കുന്നതിന് ആലിപ്പറമ്പിൽ അംഗൻവാടി കം ക്രഷ് ആരംഭിച്ചു. 3 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് നോക്കുക. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണ അഡീഷണൽ ICDS സെന്ററിന് കീഴിലുള്ള ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ആൽത്തറ അംഗൻവാടിയിലാണ് അംഗൻവാടി കം ക്രഷ് പദ്ധതി ആരംഭിച്ചത്. നജീബ് കാന്തപുരം MLA അംഗൻവാടി കം ക്രഷ് ഉദ്ഘാടനം ചെയ്തു. വീട്ടിൽ ഒരാൾ മാത്രം ജോലി ചെയ്താൽ മതിയാവാത്ത തികയാത്ത ഒരു കാലം. അതുകൊണ്ട് എല്ലാവരെയും ജോലിയിലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യണം. ചെറിയ സംരംഭങ്ങളൊക്കെ സ്ത്രീകൾ തുടങ്ങുന്ന ഒരു കാലം വരണം, ഒരു സാഹചര്യം ഉണ്ടാക്കണം. വേണ്ടേ? നമ്മളൊക്കെ കയ്യിൽ, അമ്മമാരുടെ ഒക്കെ കയ്യിൽ സ്വന്തമായിട്ട് അവർക്കൊരു ചെറിയ വരുമാനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അതിനുള്ള കുറേ പദ്ധതികളെ കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ അധ്യക്ഷത വഹിച്ചു. തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന വനിതകളുടെ 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പരിപാലിക്കുന്നതിന് അംഗൻവാടി കം ക്രഷിൽ ഏൽപ്പിക്കാം. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ 162 അംഗൻവാടികളിൽ ആദ്യത്തെ അംഗൻവാടി കം ക്രഷാണ് ആലിപ്പറമ്പ് ആൽത്തറ അംഗൻവാടി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ മോൾ, സ്ഥിരം സമിതി അധ്യക്ഷരായ CH ഹമീദ്, CP ഹംസകുട്ടി, PT മുബാറക് അലി, പഞ്ചായത്ത് അംഗങ്ങളായ സജിത TP, സരോജ ദേവി, രാജേഷ് PP, CDPO വിനോദിനി തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി മുതുതലയിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചുവട് 2025 എന്ന പേരിൽ മെഗാ ചവിട്ടുകളി ഉത്സവം നടത്തുന്നു. 1001 പേർ ചവിട്ടുകളിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് പട്ടാമ്പി ARM ഫ്ലഡ് ലൈറ്റ് ടവറിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. 20 പേരടങ്ങുന്ന 60 കളങ്ങൾ രൂപപ്പെടുത്തിയാണ് കളി നടക്കുക. അരമണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന കളിയിൽ 1000-ലധികം പേർ ഒരുമിച്ച് പങ്കെടുക്കുന്നത് ആദ്യമായാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ മുതുതല ഒരു കാർഷിക മേഖലയാണ്. അപ്പോൾ ആ കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബശ്രീയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ
ഒരു തനത് അവരുടെ ഒരു ആനന്ദ നൃത്തം അല്ലെങ്കിൽ കലാരൂപമായ ചവിട്ടുകളിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു ചുവട് 2025 എന്ന പേരിൽ ഒരു കളി സംഘടിപ്പിക്കാനും ഒരു ചവിട്ടുത്സവം അത് ഈ വരുന്ന 17-ാം തീയതി മുതുതല ARM ടെറപ്പിൽ വെച്ചിട്ട് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 1001 എന്നാണ് അതിനൊരു നമ്പറായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷെ 1000-ലധികം സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ ചവിട്ടുത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കുടുംബശ്രീയുടെ കരുത്ത് മുതുതലയുടെ കുടുംബശ്രീയുടെ കൂട്ടായ്മ തെളിയിപ്പിക്കാൻ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശമായിട്ട് നമ്മൾ കാണുന്നത്. വള്ളുവനാടിന്റെ തനത് കലാരൂപമായ ചവിട്ടുകളിയെ ജനകീയവൽക്കരിക്കുന്നതിനും പുതുതലമുറയ്ക്ക് കൈമാറുന്നതിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും സംഘാടക സമിതി ഭാരവാഹികളായ A. ആനന്ദവല്ലി, PM ഉഷ, P. ഗീത, HK സുനിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ. ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിൻ്റെ 138ാമത്തെ റീറ്റെയിൽ ഷോപ്പ് പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള വൈവിധ്യമാർന്ന അനേകം പ്രൊഡക്റ്റുകൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ വിപണനം ആരംഭിച്ചു. 1000-ലേറെ പ്രൊഡക്റ്റുകൾക്കാണ് ഉദ്ഘാടന ഓഫർ നൽകുന്നത്. സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, കണ്ട് തീർക്കാൻ പറ്റണില്ല, അത്രത്തോളം ഉണ്ട്. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഒത്തിരി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണെങ്കിലും എനിക്കൊന്ന് ഇൻ്റർനാഷണൽ ഗൾഫിലൊക്കെ കിട്ടുന്ന പോലെ എല്ലാ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെയാണ്. പെരിന്തൽമണ്ണ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടെങ്കിലും നെസ്റ്റോയിൽ വെച്ച് നോക്കുമ്പോൾ പുതുതായിട്ട് വന്നപ്പോൾ നമുക്ക് നല്ല ഇതൊക്കെ തോന്നുന്നുണ്ട്. ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിൻ്റെ മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാണ് പെരിന്തൽമണ്ണയിൽ തുറന്നത്. മാനത്തമംഗലം ബൈപ്പാസ് റോഡിൽ 2 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. നെസ്റ്റോ ഡയറക്ടർമാരായ സിദ്ദിഖ് പാലള്ളത്തിൽ, ജമാൽ KP, മുനീർ പാലള്ളത്തിൽ, ആസിഫ് ETK എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം നടന്നത്. നമുക്ക് പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അഭിമാനമാണ്. കാരണം ഇത്തരത്തിലുള്ള വലിയ ബ്രാൻഡുകൾ പെരിന്തൽമണ്ണയിലേക്ക് വരുന്നത് പെരിന്തൽമണ്ണയുടെ ഒരു വളർച്ചയുടെ ഏറ്റവും വലിയ ഇൻഡെക്സ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെരിന്തൽമണ്ണ വളരുന്നതിന് ഓരോ ഇൻഡെക്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ സ്ഥാപനങ്ങൾ അവർ വലിയ ഡാറ്റാബേസിൻ്റെ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ എല്ലാം ഡാറ്റ വെച്ചിട്ട് തന്നെയാണല്ലോ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണയിലെ ആളുകളുടെ വളർച്ചയാണ് നെസ്റ്റോ പോലുള്ള വലിയ സ്ഥാപനങ്ങൾ പെരിന്തൽമണ്ണയ്ക്ക് വരുന്നതിൻ്റെ ഒരു അടയാളമായി ഞാൻ കാണുന്നത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇത്തരത്തിലുള്ള വലിയ സ്ഥാപനങ്ങൾ വരുന്നതോടെ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഞങ്ങളിപ്പോൾ വരുമ്പോൾ തന്നെ പെരിന്തൽമണ്ണക്കാരാണ് ഉടനീളം ഇതിലെ തൊഴിലാളികളായിട്ട് ജീവനക്കാരായിട്ടുള്ളത്. അപ്പോൾ ഇത്രയേറെ തൊഴിൽ ഓപ്പർച്യൂണിറ്റീസ് വരാണ്. അപ്പോൾ നമ്മളെപ്പോലെ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം ഇത്തരം സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനുള്ള, അവർക്ക് കൂടുതൽ ഇങ്ങോട്ട് വരാനുള്ള സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ നാടിന് നമ്മൾ കൊടുക്കുന്ന സേവനമാണ്. അത് നമുക്കിപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേ യൂണിക്കോൺസ് ഉണ്ടാവുന്നു, അതുപോലെ തന്നെ കുറേ ബില്യണേഴ്സ് ഉണ്ടാവുന്നു. അതൊക്കെ മലബാറിൽ നിന്ന് വരുന്ന നമുക്ക് അഭിമാനമാണ്. അപ്പോൾ നമുക്ക് അത്തരം ആളുകളുടെ വളർച്ച. പിന്നെ എനിക്ക് പേഴ്സണലായിട്ടും കൂടി ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു സംരംഭമായ IAS അക്കാഡമിയുടെ അതിൻ്റെ കൂടി ഭാഗമായിട്ട് ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് വളരെ ഫുൾ ഹാർട്ടഡ്ലി വി ആർ വെൽക്കമിങ് നെസ്റ്റോ ടു പെരിന്തൽമണ്ണ. നഗരസഭാ ചെയർമാൻ P. ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു.
പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് മലബാറിലെ ഏറ്റവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ്. ആ നഗരത്തിലേക്ക് നെസ്റ്റോ പോലെയുള്ള ആഗോള ബ്രാൻഡ് എത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നെസ്റ്റോക്കാരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൗഡാണ്. അപ്പോൾ അത് ഇന്ന് തുറന്നിരിക്കുകയാണ്. വേറെ സന്തോഷം. ഇത്തരം സംരംഭങ്ങളൊക്കെ പെരിന്തൽമണ്ണ 2 കൈയും നീട്ടിയിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും നെസ്റ്റോയെ അങ്ങനെ തന്നെയാണ് സ്വീകരിക്കുക. നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ആയിരക്കണക്കിന് അവസരങ്ങളാണ്, കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുവഴി ഉണ്ടാകുന്ന വ്യവസായം, അത് നൽകുന്ന തൊഴിലവസരങ്ങൾ, ഇത് പെരിന്തൽമണ്ണയ്ക്ക് സ്വന്തം. അപ്പോൾ ഇത്തരം സംരംഭങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുക. ഇനിയും കൂടുതൽ ബ്രാൻഡുകൾ പെരിന്തൽമണ്ണയിലേക്ക് വരാനുണ്ട്. അതുകൂടി വരുന്നതോടുകൂടി മലബാറിലെ അല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നായി പെരിന്തൽമണ്ണ മാറും. തീർച്ചയായും വലിയ സന്തോഷമുണ്ട്. കാരണം എന്താ പറയുക, ഈ പെരിന്തൽമണ്ണയിൽ നെസ്റ്റോയുടെ വരവോടുകൂടി അത് പെരിന്തൽമണ്ണയ്ക്ക് ഒരുപാട്, ഇപ്പോൾ ഇവിടെ ചെയർമാനും ബഹുമാനായ MLA ഒക്കെ പറഞ്ഞതുപോലെ കുറേ ഗുണം നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പെരിന്തൽമണ്ണയുടെ ഒരു പൊട്ടൻഷ്യാലിറ്റി നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആ പൊട്ടൻഷ്യാലിറ്റി ഉപയോഗപ്പെടുത്തുമ്പോൾ നെസ്റ്റോക്കും തന്നെ ഒരു നല്ലൊരു മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഭാവിയിൽ ഉണ്ടാകും. അപ്പോൾ ഇത് 2 കൂട്ടർക്കും ഒരു വിൻ വിൻ പോളിസി എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ നെസ്റ്റോക്ക് പെരിന്തൽമണ്ണയെ കൊണ്ടും പെരിന്തൽമണ്ണയ്ക്ക് നെസ്റ്റോയെ കൊണ്ടും അവരുടേതായിട്ടുള്ള മാർഗ്ഗങ്ങളിലും ഏരിയകളിലും നന്നായിട്ട് ഇത് സ്കെയിലപ്പ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരുന്നു, ഇവിടെ കടന്ന് നമ്മുടെ ആളുകൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും 2 കൂട്ടർക്കും മെച്ചപ്പെടുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. വ്യാപാര വ്യവസായ മേഖലയിലെയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെയും ഒട്ടേറെ പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നെസ്റ്റോ ഗ്രൂപ്പിന്റെ 138ാമത്തെ റീറ്റെയിൽ സ്റ്റോറാണ് പെരിന്തൽമണ്ണയിലേത്. ലോകോത്തര ബ്രാൻഡുകളുടെ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ടോയ്സ് ഐറ്റംസിന്റെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകളും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, ഹോട്ട് ഫുഡ്, ഗ്രോസറി തുടങ്ങിയ വൈവിധ്യമാർന്ന അനേകം ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന വലിയൊരു സ്റ്റോറാണ് നെസ്റ്റോ. ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് നെസ്റ്റോയിലൂടെ എത്തിക്കുന്നതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണമേന്മയുള്ള പ്രൊഡക്റ്റ് മിതമായ നിലയിൽ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ എയിം. അതിൽ നമ്മൾ 100% വിജയിച്ചിട്ടുണ്ട്. 2020 നെസ്റ്റോ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നെസ്റ്റോയെ 2 കൈ നീട്ടിയിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ടും അതേപോലെ തന്നെ സ്വീകരിക്കും. ഇന്ന് മുതൽ പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം നമ്മളിവിടെ ഒരുക്കിയിരിക്കുകയാണ്. എല്ലാ പെരിന്തൽമണ്ണക്കാരെയും നമ്മൾ നെസ്റ്റോയിലേക്ക് സ്വാഗതം ചെയ്യും. കേരളത്തിലെ ഏറ്റവും 2 ഫ്ലോറിൽ ക്രമീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സ്റ്റോറാണ് പെരിന്തൽമണ്ണ നമ്മൾ പബ്ലിക്കിനായിട്ട് ഇന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ വ്യത്യസ്ത സെഗ്മെൻറ്റിലായിട്ട് ഇൻക്ലൂഡിങ് ഫാഷൻ എന്ന് പറയുമ്പോൾ ഗാർമെൻറ്റ്സിൽ വ്യത്യസ്ത കാറ്റഗറി, ഇപ്പോൾ ലേഡീസ്, ജെൻസ്, അതേപോലെ തന്നെ കിഡ്സ്, ഇൻഫാൻസ്, ബോയ്സ്, ഗേൾസ്, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത കാറ്റഗറിയിലായിട്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് പെരിന്തൽമണ്ണ നെസ്റ്റോയുടെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഗ്രോസറി ഫുഡ്, നോൺ ഫുഡ്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി, ചിൽ ആൻഡ് ഡയറി, ഫ്രോസൺ പ്രൊഡക്റ്റുകൾ, അതേപോലെ തന്നെ ഹോട്ട് ഫുഡ്, ബേക്കറി പ്രൊഡക്റ്റുകൾ തുടങ്ങി, അതേപോലെ തന്നെ ഫിഷറി, ബുച്ചറി, മീറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങി ഒട്ടനവധി സെഗ്രിഗേഷനിൽ തൗസൻഡ്സ് ഓഫ് പ്രൊഡക്ട്സുകൾ കസ്റ്റമേഴ്സിന് വേണ്ടി നല്ല ഓഫറിൽ ഈ ഇനാഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പെരിന്തൽമണ്ണ ആളുകൾ നെസ്റ്റോയെ നല്ല രീതിയിൽ വരവേൽക്കുമെന്നുള്ളത് തന്നെയാണ് നെസ്റ്റോയുടെ പ്രതീക്ഷ. സ്വദേശത്തും വിദേശത്തുമായി അനേകം സ്റ്റോറുകളുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിനെ ഏറെ സൗകര്യത്തോടെയാണ് പെരിന്തൽമണ്ണയിലെ ഉപഭോക്താക്കൾ വരവേറ്റത്. സെലക്ഷൻ നല്ലോണ്ട്, അടിപൊളിയാണ്. വിലയൊക്കെ തുച്ഛമായ വില, ആൾക്കാർക്ക് വന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരുപാട് സാധനങ്ങളുണ്ട്, നമ്മൾ വിചാരിക്കാത്തേക്കാളും സാധനങ്ങളുണ്ട്. എല്ലാം ചെറിയ വിലക്ക്, മറ്റുള്ള പെരിന്തൽമണ്ണ അപേക്ഷിച്ച് മറ്റുള്ള കടലിനേക്കാളും വിസ്താരമുണ്ട്. നടന്ന് സെലക്ട് ചെയ്ത് വാങ്ങാം. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യമില്ല എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഇവിടെ ഉണ്ട്. ഉഷാറാണ്, എല്ലാം നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പച്ചക്കറി ആണെങ്കിലും ഗ്രോസറി ഐറ്റംസ് ആണെങ്കിലും എല്ലാം ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒത്തിരി ഉണ്ട്. പിന്നെ നല്ല ഓഫറുകളും കൊടുത്തിട്ടുണ്ട്. വില നമുക്ക് മറ്റിടത്തൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഗുണമുള്ള വില തന്നെയാണ്. വലിയ വിലയായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. കൊല്ലങ്ങളായിട്ട് 10-16 വർഷമായിട്ട്. അപ്പോൾ അവർ പറയാറുണ്ട് തുറന്നപ്പോൾ ഇനി ഇവിടുന്ന് വാങ്ങിയാൽ മതി, അവിടുന്ന് ഒന്നും കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ തന്നെ പോകാറ്. ആദ്യം ഇവിടെ ബിസ്മി വന്നു,
ഇപ്പോൾ ജാം ജൂം വന്നു, ഇന്നലെ വരെ അവിടെ പോയി. ഇന്ന് മുതൽ ഇവിടുന്നാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. പെരിന്തൽമണ്ണ പോപ്പുലറിൽ ഇനി 10 എടുത്താൽ 12 കിട്ടും. 12 പവൻ്റെ സ്വർണ്ണാഭരണം വാങ്ങിയാൽ 10 പവൻ്റെ പണിക്കൂലി മാത്രമാണ് പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഈടാക്കുന്നത്. പോപ്പുലർ ബ്രൈഡൽ ഫെസ്റ്റിൻ്റെ ഭാഗമായാണ് ഈ ഓഫർ. വിവാഹ പാർട്ടികൾക്ക് വിവാഹ പാക്കേജിലെ ഓഫറിന് പുറമെ മറ്റൊരു ഓഫർ കൂടി നൽകുകയാണ് പെരിന്തൽമണ്ണ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വീണ്ടും പണിക്കൂലിയിൽ കുറവ് വരുത്തിയാണ് ഉപഭോക്താക്കൾക്ക് ആകർഷകമായ ഈ ഓഫർ നൽകുന്നത്. 12 പവൻ്റെ സ്വർണ്ണാഭരണം വാങ്ങിയാൽ 10 പവൻ്റെ പണിക്കൂലി മാത്രം നൽകിയാൽ മതി. ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെയുള്ള ബ്രൈഡൽ ഫെസ്റ്റിൻ്റെ ഭാഗമായാണ് ഈ ഓഫർ. ബ്രൈഡൽ ഫെസ്റ്റിൽ വ്യത്യസ്തമായ വിവിധ മോഡലുകളിലുള്ള ആഭരണങ്ങളുടെ കളക്ഷൻസ് പോപ്പുലറിൽ ഒരുക്കിയിട്ടുണ്ട്. ബ്രൈഡൽ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ 10 പവൻ്റെ പണിക്കൂലിയിൽ 12 പവൻ വരെ കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആഭരണങ്ങൾ ഞങ്ങൾ സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രൈഡൽ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ടർക്കിഷ് മോഡൽ, ആൻറ്റിക്ക്, സിംഗപ്പൂർ അങ്ങനെയുള്ള ഒരുപാട് പുതിയ മോഡൽസ്, ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ഒരുപാട് മോഡൽസ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു വർഷം കൊണ്ട് നിങ്ങൾക്കും ടീച്ചറാകാം. പ്രീ സ്കൂൾ, മോണ്ടിസറി, ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ് ഉൾപ്പെടെ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളുമായി പ്രോടെക് അക്കാദമി ചെർപ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പി മമ്മിക്കുട്ടി MLA സംരംഭം ഉദ്ഘാടനം ചെയ്തു. 100% പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉൾപ്പെടെ നൽകിയാണ് 17 വർഷത്തെ പ്രവർത്തന മികവുമായി പ്രോടെക് ചെർപ്പശ്ശേരിയിലും എത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസ സാമൂഹിക സേവന രംഗത്ത് പുത്തൻ ചുവടുവെപ്പുമായാണ് പ്രോടെക് അക്കാദമി ചെർപ്പശ്ശേരിയിലും പ്രവർത്തനം ആരംഭിച്ചത്. പ്രോടെക് അക്കാദമിയുടെ 5ാമത് ബ്രാഞ്ചാണ് ഇത്. ചെർപ്പശ്ശേരി EMS റോഡിൽ അറ്റ്ലസ് ഐ ഹോസ്പിറ്റലിന് എതിർവശം ആരംഭിച്ച സ്ഥാപനം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ലെവലിലായി പ്രോടെക് അക്കാദമിയുടെ വിവിധങ്ങളായുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ചെർപ്പശ്ശേരിയിൽ 5ാമത് ബ്രാഞ്ച് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. പ്രധാനമായും സ്ത്രീകളെ, പെൺകുട്ടികളെ ആസ്പദപ്പെടുത്തിക്കൊണ്ട് അവരുടെ തൊഴിൽപരമായ കഴിവുകൾ, നൈപുണ്യങ്ങൾ, അവരുടെ ശേഷി, പ്രായോഗിക രംഗത്തെ പ്രവർത്തനങ്ങൾ, ഡിസൈൻ പ്രവർത്തനം ഉൾപ്പെടെ ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരിക്ക് തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധങ്ങളായുള്ള അവസരങ്ങൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതിൽ അവർക്ക് താല്പര്യമുള്ള സബ്ജക്റ്റിൽ പ്രാവീണ്യം നേടാൻ, പരിശീലനം നേടാനുമുള്ള ഒരു പരിശീലന കേന്ദ്രമാണ് ഈ പ്രോടെക് അക്കാദമി ഇവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട്. മോണ്ടിസറി ലാബിന്റെ ഉദ്ഘാടനം ചെർപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദും ചടങ്ങിൽ സന്നിഹിതരായി.
തുടർന്ന് നടന്ന ചടങ്ങിൽ പ്രോട്ടക് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെർപ്പശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയറിന് വീൽചെയർ നൽകി. MLAയിൽ നിന്നും പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് ഹുസൈൻ വീൽചെയർ ഏറ്റുവാങ്ങി. സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണ കിറ്റ് വിതരണം നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ ശ്രീലജ വാഴക്കുന്നത്ത്, പി അബ്ദുൽ ഗഫൂർ, ബീരാൻ എന്നിവരും സംസാരിച്ചു. പ്രോട്ടക് അക്കാദമി ചെയർമാൻ യൂനിസ് സലീം ആമുഖ പ്രഭാഷണം നടത്തി. CEO അബ്ദുൾ ഷുക്കൂർ അധ്യക്ഷനായി. മാനേജിംഗ് ഡയറക്ടർ ഫസലുള്ള സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പ്രതാപൻ മാസ്റ്റർ, കവിയും സംവിധായകനുമായ രാജീവ് പിള്ളത്ത്, നർത്തകി അഭയനാഥ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷെറീന, പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടയ്ക്കാപ്പുത്തൂർ എന്നിവരെ പ്രോട്ടക് ചടങ്ങിൽ ആദരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ഷംസുദ്ദീൻ, വുമൺ ജസ്റ്റിസ് പ്രവർത്തക ബീന ഹംസ, തോയ്ബ പ്രിൻസിപ്പൽ ജുനൈദ്, അഭയനാഥ്, ജീവകാരുണ്യ പ്രവർത്തകൻ ഹംസ മോളൂർ, MGM ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് നൂറുനിസ, NK ബഷീർ, അക്ബർ, ഇക്ബാൽ, സ്റ്റുഡൻസ് കോർഡിനേറ്റർ ജസീല എന്നിവർ ആശംസകൾ നേർന്നു. ഒരു വർഷം കൊണ്ട് നിങ്ങൾക്കും ടീച്ചറാകാൻ കഴിയുന്ന പ്രീ സ്കൂൾ, മോണ്ടിസറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകളും 6 മാസത്തെ പരിശീലനം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഫാഷൻ ഡിസൈനറാകാൻ കഴിയുന്ന ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് പരിശീലനം, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, DCP, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളാണ് പ്രോട്ടക് അക്കാദമിയിൽ നൽകുന്നത്. കോഴ്സ് പഠിച്ചിറങ്ങുന്നവർക്ക് 100% പ്ലേസ്മെന്റ് സപ്പോർട്ടും ഇവർ ഉറപ്പു നൽകുന്നു. എക്സ്പീരിയൻസ് ഉള്ള സ്ഥാപനമാണ് പ്രോട്ടക് അക്കാദമി. പ്രോട്ടക്കിൻ്റെ 5ാമത്തെ ബ്രാഞ്ചായിട്ടുള്ള ചെർപ്പശ്ശേരി ബ്രാഞ്ചിൻ്റെ ഇനാഗ്രേഷനാണ് നമുക്കിന്ന് ബഹുമാനപ്പെട്ട MLA ശ്രീ മമ്മിക്കുട്ടി സാറ് നിർവഹിച്ചിട്ടുള്ളത്. പ്രോട്ടക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് മോണ്ടിസോറി TTC, പ്രീപ്രൈമറി TTC, ഫാഷൻ ഡിസൈനിങ് ആൻഡ് GCP ആണ്. നമ്മൾ ഈ കോഴ്സിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ക്ലാസ് ആണ്. നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴ്സ് അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും 100% പ്ലേസ്മെൻറ്റ് കൂടെയാണ് നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യൻ, ഇന്റർനാഷണൽ, UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റാണ് പ്രോട്ടക് നൽകുന്നത്. 17 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. ചെർപ്പശ്ശേരിയിൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചതായും പ്രോട്ടക് മാനേജ്മെന്റ് പറഞ്ഞു. പെരിന്തൽമണ്ണ, മേലാറ്റൂർ, മണ്ണാർക്കാട്, പട്ടാമ്പി എന്നിവിടങ്ങളിൽ നിലവിൽ പ്രോട്ടക് അക്കാദമി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒറ്റപ്പാലം മലബാർ ഗോൾഡിൽ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി. ഏപ്രിൽ 16 മുതൽ 20 വരെയാണ് ലേറ്റസ്റ്റ് കളക്ഷനുകളിലുള്ള ഹെറിറ്റേജ് ജ്വല്ലറി ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ആഭരണങ്ങളുടെ വൻ കളക്ഷൻ ഒരുക്കിക്കൊണ്ടാണ് ഒറ്റപ്പാലം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഹെറിറ്റേജ് ജ്വല്ലറി ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏപ്രിൽ 16 മുതൽ 20 വരെയാണ് ഷോ നടക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഹെറിറ്റേജ് ആഭരണങ്ങൾ സന്ദർശിക്കാനും സ്വന്തമാക്കാനുമുള്ള അവസരം കൂടിയാണ് ജ്വല്ലറി ഷോയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. എത്തനിക്സ്, ഡിവൈൻ, റഷ്യ, മൈൻ ബ്രാൻഡുകളുടെ ആഭരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മോഡലുകളായ ബിന്ദു രാധാകൃഷ്ണൻ ഡിവൈൻ കളക്ഷൻ്റെയും, സ്നേഹ ഹരിദാസ് റഷ്യ കളക്ഷൻ്റെയും, പാർവതി മൈൻ ഡയമണ്ട്സിൻ്റെയും, ഫിറോഷ എത്തനിക്സ് കളക്ഷൻ്റെയും മോഡലുകൾ അവതരിപ്പിച്ചു. തുടർന്ന് കേക്ക് കട്ട് ചെയ്ത് ജ്വല്ലറി ഷോ ഉദ്ഘാടനം ചെയ്തു.
ഇവിടെ വന്ന് തന്നെ ഇപ്പോഴും നമുക്ക് പറയാൻ ഗോൾഡൻ ഏത് കളക്ഷൻസ് നിൽക്കുമ്പോഴും ആദ്യം അവിടെ മലബാറുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാ ട്രഡീഷണൽ എവറിത്തിങ് ലേറ്റസ്റ്റ് ആണെങ്കിലും ട്രഡീഷണൽ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഹെറിറ്റേജ് ആയിട്ട് നമുക്ക് ആഘോഷമാണ് ഇവിടെ ബ്രാഞ്ച് വരുമ്പോൾ തന്നെ നമ്മുടെ കളക്ഷൻസ് കാണാനാണ് വന്നത്. നമുക്ക് ഏതേത് എത്ര എണ്ണം മാറി മാറിയിട്ട് നോക്കണമെന്ന് കഴിഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞത്. എല്ലാവരും ഇത് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട്. സ്റ്റോർ ഹെഡ് VS ഷഫീർ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയെക്കുറിച്ച് വിശദീകരിച്ചു. 5ാമത്തെ ഒരു ഷോ ആയിട്ടാണ് നമ്മുടെ ഒറ്റപ്പാലത്തോടുകൂടെ നടത്തുന്നത്. ഇതിന് മുന്നേ ബ്രൈഡൽ ഷോ, ആർട്ടിസ്റ്റ് ഷോ അങ്ങനെ മറ്റുള്ള ഷോകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഒരു ഹെറിറ്റേജ് ജ്വല്ലറി ഷോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ പരമ്പരാഗതമായ വിദഗ്ധ കരകരുതലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓർണമെൻറ്റ്സാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഷോയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതലായിട്ട് നമ്മുടെ സബ്ബ്രാൻഡ്സ്. മാർക്കറ്റിംഗ് മാനേജർ രാജേഷ് നായർ, ഷോറൂം മാനേജർ സുനിൽ കുമാർ, സെയിൽസ് മാനേജർ മണികണ്ഠൻ, മറ്റ് സ്റ്റാഫുകൾ, കസ്റ്റമേഴ്സ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി AMC അലൈഡ് മാനേജ്മെൻറ്റ് കോളേജ് പി മമ്മിക്കുട്ടി MLA ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിൽ ലഹരി വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രിഷ ചാരിറ്റബിൾ ട്രസ്റ്റും AMC അലൈഡ് മാനേജ്മെൻറ്റ് കോളേജ് ആൻറ്റി ഡ്രഗ് സെല്ലും സംയുക്തമായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പി മമ്മിക്കുട്ടി MLA ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. തൃഷ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ രാമസ്വാമി ഭദ്രദീപം തെളിയിച്ച് പരിപാടി ആരംഭിച്ചു. ഡയറക്ടർ ഡോക്ടർ മീന രാമസ്വാമി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K ബൈജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ ഓഫീസർ അച്യുത് അശോക് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ബിഗ് ബോസ് ജേതാവും സിനി ആർട്ടിസ്റ്റുമായ അഖിൽ മാരാർ സ്റ്റാറിനായി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തി. നമ്മളെല്ലാവരും ചേർന്ന് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്താം. ഇവയുടെ ഒരു ഉപദേശം എന്ന രീതിയിൽ മയക്കുമരുന്നിനെയും ലഹരിയെയും ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന ഒരു ഉപദേശം നൽകിയാതൊന്നും ആരും നന്നാവാൻ പോകുന്നില്ല. ഞാനെന്നല്ല, അമിതാഭ് ബച്ചനും ഷാറൂഖ് ഖാനും വന്നിട്ട് ക്യാമ്പയിൻ. തൃഷ ഡയറക്ടർ മണികണ്ഠൻ രാമസ്വാമി, സന്ധ്യ K, കോളേജ് ചെയർമാൻ വൈഷ്ണവ് K വിനോദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ഇനി ഷോർട്ട് ന്യൂസ് നോക്കാം. കർഷക സംഘം ചെർപ്പളശ്ശേരി വില്ലേജ് സെക്രട്ടറിയും ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ കാളവേല ആഘോഷ സമിതിയുടെ ഈ വർഷത്തെ സെക്രട്ടറിയുമായിരുന്ന കോട്ടക്കുന്ന് കോട്ടച്ചാലിൽ മണികണ്ഠൻ നിര്യാതനായി. 51 വയസ്സായിരുന്നു. ചെർപ്പശ്ശേരി അയ്യപ്പൻകാവ്, ആറംകുന്നത്തുകാവ് ക്ഷേത്രങ്ങളിലെ മുൻ ട്രസ്റ്റി അംഗമാണ്. ഭാര്യ പ്രീത, അമൽകൃഷ്ണ, അമൃത എന്നിവർ മക്കളാണ്. കടമ്പഴിപ്പുറം പുല്ലുണ്ടശ്ശേരി കിടയാവട്ടുകാവ് ക്ഷേത്രത്തിൽ വിഷുവേല ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, ദാരികവധം പാട്ട് എന്നിവയുണ്ടായി. വൈകിട്ട് വിവിധ ദേശവേലകൾ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് പ്രദക്ഷിണത്തോടെ ഉത്സവം സമാപിച്ചു. അമ്പലപ്പാറ, കൊങ്കൻപാറ, മുണ്ടിയൻകാവ് വിഷുവേല ആഘോഷിച്ചു. വിവിധ ദേശവേലകൾ ആഘോഷത്തിന് മെഴിവേകി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വൈകിട്ട് ആന, കാള, വണ്ടിവേഷങ്ങൾ, തിറ എന്നിവ കാവിലെത്തി. തുടർന്ന് വെടിക്കെട്ടും ഉണ്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം.
വീട്ടിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ പീഡിപ്പിക്കാനും കൊലപ്പെടുത്താനും ശ്രമിച്ച കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി. മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് സ്വദേശി ജംഷീറിനാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചത്. മണ്ണാർക്കാട് മുണ്ടേക്കരാട് പൂക്കുത്ത് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് തർക്കം. റോഡിൽ അനുമതി നൽകിയതിനപ്പുറം വിരിച്ച കട്ടകൾ പൊളിച്ചു മാറ്റുമെന്ന് നഗരസഭ. ഇത് അനുവദിക്കില്ലെന്നും നഗരസഭാ ചെയർമാൻ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്നും നാട്ടുകാർ. തർക്കം പരിഹരിക്കും വരെ നിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവിട്ട് ഹൈക്കോടതി. മാലിന്യമുക്ത നവകേരളം പദ്ധതി സംസ്ഥാനത്തെ മികച്ച 3ാമത്തെ നഗരസഭയായി പെരിന്തൽമണ്ണ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഗവർണറിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. ഒറ്റപ്പാലം നഗരസഭയിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ ആധുനികവൽക്കരണം പൂർത്തിയായി. 18-ന് മന്ത്രി എം പി രാജേഷ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ അധികൃതർ. പ്ലാന്റിലെ മാലിന്യങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതം. പട്ടാമ്പി മരുതൂരിൽ വൈദ്യുതി പോസ്റ്റ് പൊട്ടി വീണ KSEB കരാർ തൊഴിലാളിക്ക് പരിക്ക്. കൊപ്പം സ്വദേശി നവനീതിനാണ് പരിക്കേറ്റത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.